വൻകുടലിലെ അണുബാധയെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിലാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തിരികെ എത്തുമെന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ പുറത്തുവന്നത് അദ്ദേഹത്തിൻ്റെ മരണവാർത്തയാണ്. 54-ാം വയസ്സിൽ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഇന്ത്യൻ അഭിനയ രംഗത്തെ പുതിയ പ്രതിഭകളുടെ കൂട്ടത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നടനെയാണ്. ഇർഫാൻ ഖാൻ ആണ് ബോളിവുഡ് സിനിമകളിൽ ഇന്ത്യൻ സിനിമയുടെ മുഖമായിരുന്നത്. തനത് ഇന്ത്യൻ പാരമ്പര്യമുള്ള ഇന്ത്യൻ വംശജനായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന നടന്മാരെക്കാൾ ഉപരി ഉടനീളം നിൽക്കുന്ന കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന വളരെ ചുരുക്കം ബോളിവുഡ് നടന്മാരിൽ ഒരാളാണ് ഇർഫാൻ ഖാൻ. ലൈഫ് ഓഫ് പൈ, ജുറാസിക് വേൾഡ് തുടങ്ങിയ സിനിമകളിലും ഇന്ത്യൻ മുഖമുദ്രയായി അഭിനയിച്ചാണ് അദ്ദേഹം യാത്രയാവുന്നത്. നിരവധി അവാർഡുകൾക്കുടമയും കൂടിയാണ് ഖാൻ. ന്യൂറോ എൻഡോക്രൈൻ ട്യൂമറിൻ്റെ ന്യൂയോർക്കിലെ ചികിത്സ കഴിഞ്ഞെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് വീണ്ടും അണുബാധ ഉണ്ടായതും ആശുപത്രിയിലായതും. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനുള്ള ഡോക്ടർമാരുടെ ശ്രമം ഫലം കണ്ടില്ല. ഏതാണ്ട് 10 ദിവസം മുന്നേ ജയ്പൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മ അന്തരിച്ചത്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇർഫാനോ കുടുംബത്തിനോ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ആ മനോവിഷമത്തിൽ കഴിഞ്ഞിരുന്നതിനിടെയാണ് ഖാൻ്റെ മരണം സംഭവിക്കുന്നത്.